السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد رسول الله صلى الله عليه وسلم، وإن شر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പഠിക്കുകയും തഖ്വയോടെ ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ അത് എണ്ണിയാലൊടുങ്ങാത്തതാണ്. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ടതും അത്യന്താപേക്ഷിതവുമായ ഒന്നാണ് ഈ ദുനിയാവിൻ്റെ നിലനിൽപ്പിനാവശ്യമായ റിസ്ക്, ഉപജീവനം. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ഭൂമിയിൽ ഒരു ജീവിയുമില്ല, അതിൻ്റെ ഉപജീവനം അല്ലാഹു നിശ്ചയിച്ചുകൊണ്ടല്ലാതെ. വയഅലമു മുസ്തഖറഹാ വ മുസ്തൗദാഹ. ഓരോ ജീവജാലത്തിനും അതിൻ്റെ സങ്കേതവും അത് എത്തിച്ചേരേണ്ട സ്ഥലങ്ങളും അറിയാം. കുല്ലും ഫി കിതാബിൻ മുബീൻ. തീർച്ചയായും അതെല്ലാം വ്യക്തമായ ഒരു രേഖയിലുണ്ട്. എല്ലാ സൃഷ്ടികൾക്കും റിസ്ക്, അത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവൻ്റെ ഖജനാവ് തീരാത്തതാണ്. കോടിക്കണക്കായ വ്യത്യസ്ത ഇനം സൃഷ്ടികൾക്ക് റിസ്ക് കൊടുത്തിട്ട് അള്ളാഹുവിൻ്റെ ഖജനാവ് കാലിയായിട്ടില്ല, വീണ്ടും നിറഞ്ഞു നിൽക്കുന്നു എല്ലാ സൃഷ്ടികൾക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് നിലക്കാണ് റിസ്ക്കിലൂടെ നമുക്ക് അനുഗ്രഹം നൽകിയത് എന്ന് ചിന്തിക്കുകയും എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കുന്നത് പോലെ ഈ റിസ്ക്കിന് നമ്മൾ നന്ദി കാണിക്കുകയും വേണം. ആകാശത്തുകൂടെ പറക്കുന്ന പറവകൾക്ക് അള്ളാഹു റിസ്ക് നൽകിയിട്ടുണ്ട്. ജലാശയങ്ങളിൽ നീന്തുന്ന മത്സ്യങ്ങൾക്ക് അള്ളാഹു ഉപജീവനം നൽകുന്നുണ്ട്. ഇരുട്ടുകളിലുള്ള ജീവജാലങ്ങൾക്ക് പോലും, കാടുകൾക്കകത്തുപോലും വിവിധ ഇനത്തിൽ അള്ളാഹു റിസ്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. സർപ്പങ്ങൾക്കും പുഴുക്കൾക്കും പ്രാണികൾക്കും വരെ അള്ളാഹു റിസ്ക് നൽകുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് അത്ഭുതമാണ്. അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ എന്നതിന് ദൃഷ്ടാന്തങ്ങളായി അള്ളാഹു നൽകുന്ന നിഅമത്ത് നിലനിൽക്കുകയാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് റിസ്ക്കിൽ അവൻ ബറക്കത്ത് നൽകുന്നത്. റിസ്ക് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, അതിൽ ബറക്കത്തുണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ കുറേ പണമുണ്ടായി, ആ പണമൊന്നും നമുക്ക് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ എന്തിനു കൊള്ളും? അതിങ്ങനെ ശേഖരിച്ച് വെച്ചൊരു നമ്മളങ്ങ് മരിച്ചുപോയി. ആ പണം കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടായില്ല. അങ്ങനെ സംഭവിക്കാം. ചിലർക്കൊരു 1000 രൂപ കയ്യിൽ കിട്ടിയാൽ ചിലർ പറയും എനിക്കൊരു 10 റുപ്യേൻ്റെ ഉപകാരം കിട്ടിയില്ല. അതെങ്ങനെയൊക്കെ അവിടെയും ഇവിടെ എങ്ങനെ ഫലം ചെയ്തു എന്ന് അറിഞ്ഞുകൂടാ. ചില ആളുകൾക്ക് ഒരു 10 റുപ്യ കിട്ടിയാൽ ഒരു 1000 റുപ്യേൻ്റെ ഫലം ഉണ്ടാവും. അത് ബറക്കത്തുണ്ട്. അതായത് നിലവിലുള്ള ഖൈറിൽ അള്ളാഹു വർധനവ് നൽകുക, സമൃദ്ധി നൽകുക എന്നുള്ളതാണ് ബറക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്വത്തിൽ ബറക്കത്ത് വേണം, നമ്മുടെ കുടുംബാംഗങ്ങളിൽ ബറക്കത്ത് വേണം, നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും, എല്ലാ കാര്യങ്ങളിലും, എല്ലാ സാഹചര്യങ്ങളിലും അള്ളാഹു ബറക്കത്ത് നൽകിയിരിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം കാണൂ. അപ്പം എല്ലാ നിലക്കും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ജീവിക്കാൻ, പട്ടിണിയില്ലാതെ, രോഗങ്ങളില്ലാതെ, വേദനയില്ലാതെ,
കുടുംബങ്ങൾക്കിടയിൽ പിണക്കങ്ങളില്ലാതെ, കച്ചവടം പൊളിഞ്ഞു പോകാതെ, കുടുംബങ്ങളിൽ പ്രശ്നം വരാതെ അങ്ങനെ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകിയാൽ എന്തുമാത്രം സന്തോഷമുണ്ടാകും. ഇതെല്ലാം തരാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു നിഅമത്ത് നമുക്ക് നേരെ അള്ളാഹു അടച്ചു കളഞ്ഞാൽ തുറക്കാൻ ഔലിയാക്കളെല്ലാം കൂടി ഒരുമിച്ചിട്ടും ഒരു കാര്യമില്ല. റബ്ബിനോട് തന്നെ ചോദിക്കണം. അള്ളാഹു നമുക്കൊരു നിയമത്ത് ചൊരിഞ്ഞു തന്നാൽ ലോകത്താർക്കും അത് തടയാനും സാധ്യമല്ല. അതുകൊണ്ട് എല്ലാ നിയമത്തുകളും അള്ളാഹുവിൽ നിന്നും മാത്രം ലഭിക്കുന്നതാണ്. ഇതെങ്ങനെ ലഭിക്കണം? അതിന് നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ യോഗ്യതകൾ, അള്ളാഹു നമുക്ക് റിസ്ക് തരാൻ ആവശ്യമായ ചില കാരണങ്ങളെ അവൻ വെച്ചിട്ടുണ്ട്. ആ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് റിസ്ക് കിട്ടും. ആ കാരണങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ അള്ളാഹു നമുക്ക് നിഅമത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഒന്നാമത്തെ കാരണം തഖ്വയാണ്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹനാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. സൂറത്തുൽ അഅറാഫിലെ 66-ാമത്തെ ആയത്ത്. ഈ ഗ്രാമീണർ അവർ ഈമാനും തഖ്വയുമുള്ളവരാണെങ്കിൽ, മുഅ്മിനുകളും മുത്തഖികളുമാണെങ്കിൽ, സത്യവിശ്വാസവും അള്ളാഹുവിനെ ഭയപ്പെട്ടുള്ള ജീവിതവും അവർക്കുണ്ടെങ്കിൽ ലഫതഹനാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ, അവർക്ക് ആകാശത്ത് നിന്ന് നാം ബറക്കത്തുകൾ ചൊരിയും. വൽ അർദ്, ഭൂമിയിൽ നിന്നും. ആകാശത്ത് നിന്നുള്ള ബറക്കത്തിനെ മഴ ചൊരിയും. ഭൂമിയിൽ നിന്ന് ചെടികൾ മുളയ്ക്കും, കനികളും അതേപോലെ തന്നെ പച്ചക്കറികളും ധാന്യങ്ങളും. അങ്ങനെ ഈ ഭൂമിയിൽ നിന്നും അള്ളാഹു നമുക്ക് റിസ്ക് നൽകും. അള്ളാഹുവെ പരിചയപ്പെടുത്തുന്നത് ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, പ്രബലമായ ശക്തിയുള്ള, അങ്ങേയറ്റം അളവില്ലാതെ റിസ്ക് നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവനാണ് അള്ളാഹു. അള്ളാഹു നമുക്കാണ് ഉപജീവനം, നമ്മൾ അങ്ങോട്ടൊന്നും കൊടുക്കേണ്ടതില്ല. മാ ഉരീദു മിൻകും മിൻ റിസ്ഖിൻ, നിങ്ങളിൽ നിന്ന് അള്ളാഹു ഒരിക്കലും റിസ്ക് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ എനിക്ക് ഭക്ഷണം തരേണ്ടതുമില്ല. മറിച്ച് അള്ളാഹു നമുക്ക് റിസ്ക് ധാരാളമായി തന്നുകൊണ്ടിരിക്കും. നമ്മൾ റബ്ബിന് കൊടുക്കേണ്ടത് നന്ദി കാണിക്കുക. ബലില്ലാഹ ഫഅബ്ദു വകും മിനശ് ശാകിരീൻ, നിങ്ങൾ അള്ളാഹുവെ മാത്രം ആരാധിക്കണം, ശുക്ർ ചെയ്യുന്നവരിൽ ഉൾപ്പെടണം. നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, നോമ്പെടുക്കുക, ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണവും സക്കാത്തും അഗതികൾക്കുള്ള സംരക്ഷണവും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ നന്ദി കാണിക്കുന്നവരായി. റിസ്ക് നിലനിൽക്കണമെങ്കിൽ നമ്മൾ നന്ദി കാണിച്ചുകൊണ്ടിരിക്കണം. ഉറവ പോലെയാണ്. ഉറവ് പൊട്ടുന്നതനുസരിച്ച് വെള്ളം വരും. നമ്മൾ എടുക്കുന്നതനുസരിച്ച് ഉറവും വീണ്ടും വെള്ളം വന്നുകൊണ്ടിരിക്കും. നമ്മൾ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കും തോറും നമ്മുടെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ചെലവഴിച്ചിട്ട് തീർന്നു പോകുന്ന സ്വത്തല്ല അള്ളാഹു തന്നത്. ചെലവഴിക്കുമ്പോൾ സ്വത്ത് തീരില്ല ആർക്കാണ്? ധൂർത്തന്മാർക്കാണ്. സദഖ കൊടുക്കുന്ന ആൾക്ക് അവർ ധാരാളം പാവങ്ങളെ സഹായിച്ചതിൻ്റെ പേരിൽ, പ്രത്യേകിച്ചും ബന്ധുക്കളിലെ ദരിദ്രരെ സഹായിച്ചതിൻ്റെ പേരിൽ ആർക്കും സ്വത്തിലൊരു കുറവും പറ്റിയിട്ടില്ല. മാ നഖസത് സദഖത്തു മിമ്മാൽ, സദഖ ഒരു ധനത്തിലും കുറവ് വരുത്തിയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. രണ്ടാമതായി ഇസ്തിഖാമത്ത് വേണം. ഇസ്തിഖാമത്ത് എന്നാൽ ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്നാണോ അള്ളാഹു കൽപ്പിച്ചത് അതുപോലെ ചെയ്യുന്നതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുക. ഒരു പ്രവർത്തനം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? നിങ്ങൾ നിസ്കരിക്കുമ്പോൾ എങ്ങനെ നിസ്കരിക്കണം? അതേപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ ഏത് രൂപത്തിൽ വസ്ത്രം ധരിക്കണം? ഭക്ഷണം കഴിക്കുമ്പോൾ ഏത് രൂപത്തിൽ ഭക്ഷണം കഴിക്കണം? അതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുകയും വഹയിലൂടെ അവൻ പഠിപ്പിക്കുകയും ഖുർആനിലും സുന്നത്തിലും പഠിപ്പിക്കപ്പെടുകയും ചെയ്ത പ്രകാരം ചെറുതും വലുതുമായ ഓരോ അമലുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇസ്തിഖാമത്തുണ്ടാകും. നേരെ ചൊവ്വെ പ്രവർത്തിക്കുക, മുസ്ലിമായി ജീവിക്കേണ്ട പ്രകാരം ജീവിക്കുക. അതിന് പഠിക്കണം, ദീന് പഠിക്കണം. ദീൻ നന്നായി പഠിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാകും. അവർക്ക് ധാരാളമായി അല്ലാഹു റിസ്ക് തരും. വഅല്ലവിസ്തഖാമു അല ത്വരീഖ, യഥാർത്ഥ മാർഗത്തിൽ ഇസ്തിഖാമത്ത് പാലിക്കുന്നവർ, നേരെ ചൊവ്വെ വിഷയങ്ങൾ ഏറ്റെടുത്തു പ്രവർത്തിക്കുന്നവർ, ലാസ്ഖൈനാഹും മാഅൻ ഗദഖ, അവർക്ക് സമൃദ്ധമായി നാം വെള്ളം നൽകും എന്ന്, നാം അവരെ കുടിപ്പിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്തിഖാമത്തുള്ളവർക്കാണ് എന്ത് യഥാർത്ഥത്തിൽ അല്ലാഹു ഉപജീവനം നൽകുന്നത്. ഉപജീവനം എന്ന് പറഞ്ഞാൽ ഉപജീവനത്തിൽ ബറക്കത്തുണ്ടാകണം. ബറക്കത്തോടുകൂടിയുള്ള ഉപജീവനം കിട്ടണമെങ്കിൽ നമുക്ക് തഖ്വയുണ്ടായിരിക്കണം, തൗഹീദ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ ഇസ്തിഖാമത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമ്മളെ ഓരോ വിഷയങ്ങളും എണ്ണി എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മറ്റൊന്ന് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസ്. അദ്ദേഹം പറയാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. നബി ഒരിക്കൽ ചോദിക്കുകയാണ്, ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുഅഫാഇക്കും, നിങ്ങളിലെ ദുർബലത കാരണമായിട്ടല്ലാതെ നിങ്ങൾക്ക് റിസ്ക് ലഭിക്കുമോ, സഹായം ലഭിക്കുമോ? അപ്പോൾ അള്ളാഹുവിൻ്റെ റിസ്ക് കിട്ടണമെങ്കിൽ നമുക്കിടയിൽ അഗതികൾ ഉണ്ടാകണം. ആ അഗതികളെ നമ്മൾ പരിഗണിക്കുന്നുണ്ടോ ഇല്ലേ? പരിഗണിച്ചാൽ അള്ളാഹു റിസ്ക് തരും.
അഗതികളും അതേപോലെ തന്നെ കന്നുകാലികളും പക്ഷിമൃഗാദികളും ഇവയൊക്കെ നമുക്ക് ചുറ്റുപാടും ജീവിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു വീണ്ടും നമുക്ക് മഴ തരുന്നത്, കൃഷികളിൽ വിളവ് തരുന്നത്. നേരെ മറിച്ച് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങളും ഹറാമും ദുനിയാവിനോടുള്ള അവന്റെ ദുരയും ആർത്തിയും ഇതൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ മനുഷ്യർക്ക് അള്ളാഹു തന്നതൊക്കെ മതി. ഇനിയും ഇവർക്ക് എന്തിനാ കൊടുക്കുന്നതെന്ന് ചിന്തിക്കുന്ന രൂപത്തിലാണ് ആളുകൾ ഹറാമുകളിൽ നിന്ന് ഹറാമുകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അള്ളാഹു നിങ്ങൾക്ക് വീണ്ടും അനുഗ്രഹങ്ങൾ ചൊരിയുന്നുണ്ടെങ്കിൽ ഒരു കാരണം നിങ്ങൾക്കിടയിലുള്ള ദുർബലരും പതിതരുമായിട്ടുള്ള ആളുകൾ, അവരെ നിങ്ങൾ പരിഗണിക്കുകയും അവർക്ക് നിങ്ങളെ ഏൽപ്പിച്ച ബാധ്യതകൾ അവരോട് നിറവേറ്റുകയും ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ ചൊരിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹസ്ബു, ആരെങ്കിലും അള്ളാഹുവിൽ പരമേൽപ്പിച്ചാൽ അവന് അള്ളാഹു മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമുക്ക് അള്ളാഹു മതി എന്നുള്ളത്. അതാണ് തഖ്വയെക്കുറിച്ച് പറഞ്ഞിടത്ത്. വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ, ആരെങ്കിലും ജീവിതത്തിൽ തഖ്വ പാലിച്ചാൽ അള്ളാഹുവിന് തുറവി നൽകും. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ട്. ഈ പ്രശ്നം ഞാൻ എങ്ങനെ പരിഹരിക്കും? കടബാധ്യതകൾ, അതേപോലെ തന്നെ മാനസികമായ പിരിമുറുക്കങ്ങൾ, ബിസിനസ്സിൽ വന്നിരിക്കുന്ന പ്രതിസന്ധി, കുടുംബത്തിൽ വന്നിരിക്കുന്ന ചില പ്രശ്നങ്ങൾ, ഇനിയും കുട്ടികളുടെ കല്യാണമൊന്നും വേണ്ട രൂപത്തിൽ ശരിപ്പെട്ട് വരാത്ത ചില വിഷമകരമായ അവസ്ഥകൾ, ഇതൊക്കെ ഒന്ന് തുറന്നു കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. എന്തു വേണം? തഖ്വ വേണം. വമൻ യത്തഖില്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഹറാമുകൾ ഒഴിവാക്കുക എന്ന പ്രധാനമായിട്ട്. ഹറാമ് ജീവിതത്തിൽ വരാതെ നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നേരം വെളുത്ത് എഴുന്നേൽക്കുന്നവർ, ഉറങ്ങാൻ കിടക്കുന്നവർ എന്തെല്ലാം ഹറാമുണ്ട്. കൃത്യമായിട്ട് ജമാഅത്തിന് പള്ളിയിൽ പോകാതിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഹറാമാണ്. സുബൈക്ക് പള്ളിയിൽ പോകുന്നില്ല, ഹറാമാണ് നമ്മൾ ചെയ്തത്. അതേപോലെ തന്നെ ദിക്റുകളില്ല, നേരെ മറിച്ച് റീൽസും അതേപോലെ തന്നെ മ്യൂസിക്കും സിനിമയും സീരിയലും ഈ നിലവാരത്തിലാണ് നമ്മുടെ ജീവിതവും ആസ്വാദനവും പോകുന്നതെങ്കിൽ ഹറാമുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹറാമുകൾ ചെയ്യുമ്പോൾ നമുക്ക് തഖ്വയില്ല. ഹറാമുകൾ വരാതെ നോക്കുന്നതാണ് തഖ്വ. വമൻ യത്തഖില്ലാഹ്, ജീവിതത്തിൽ ആരാണോ ഹറാമുകൾ ഉപേക്ഷിക്കുന്നത്, അള്ളാഹുവിന് തൃപ്തികരമായതും പുണ്യവുമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആരാണ്, യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു അവർക്ക് മഖ്റജ്, ഒരു തുറവി, അവരുടെ പ്രശ്നങ്ങൾ അള്ളാഹു തീർച്ചയായിട്ടും പരിഹരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ നനച്ചിരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു റിസ്ഖ് തരും. തഖ്വയാണ് നമുക്ക് ഉപജീവനം നിരന്തരമായി നമ്മുടെ അരികിൽ നിലനിർത്തപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി എന്ന് കാണാൻ സാധിക്കും. അത് നമ്മൾ മനസ്സിരുത്തേണ്ട ഒരു കാര്യമാണ്. തഖ്വയുണ്ടായിരിക്കണം. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഓരോ മാർഗങ്ങളും നിരന്തരമായി നമ്മൾ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുക, എന്നിട്ട് അത് നന്മയിൽ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് നമുക്ക് റിസ്ക് നൽകപ്പെടാൻ ഒരു കാരണമാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കണം. നിങ്ങൾ നാളേക്ക് വേണ്ടി തന്റെ നഫ്സിന് എന്തൊരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കണം, പരിശോധിക്കണം. പരലോകത്ത് വിജയിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എൻ്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് അള്ളാഹു നേട്ടം തരും. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ് എന്ന് പരിചയപ്പെടുത്തി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം, അദ്ദേഹം പറഞ്ഞു, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, നിങ്ങൾ ഹജ്ജും അതിന്റെ തുടർച്ചയായി ഉംറയും നിർവഹിക്കുക. ഹജ്ജും ഉംറയും അത് എനിക്കൊന്നും ഉത്തരവാദപ്പെട്ട ഒരു സംഗതിയല്ല എന്നുള്ളതിലേക്ക് അവഗണിക്കരുത്. എനിക്ക് ഇത്തവണ അല്ലെങ്കിൽ അടുത്ത തവണ ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഉംറ ചെയ്യണം, പിന്നാലെ തന്നെ ഹജ്ജും ചെയ്യണം. ഹജ്ജും ഉംറയും പിന്നാലെ ചെയ്യുക എന്നുള്ളത് അള്ളാഹു നമുക്ക് ബറക്കത്തുകൾ ചൊരിയാൻ, റിസ്ക് തരാനുമുള്ള ഒരു കാരണമാണ്. ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖറ, ഹജ്ജും ഉംറയും നിങ്ങളുടെ ദാരിദ്ര്യത്തെ നിർമാർജനം ചെയ്യും. ഹജ്ജ് ചെയ്തിട്ട് ആരും പട്ടിണിയിലാവല്ല ചെയ്യാം, അവരുടെ ദാരിദ്ര്യം അള്ളാഹു നിർമാർജനം ചെയ്യും. വൽ ഖതായ വദ്ദുനൂബ്, അവരുടെ പാപങ്ങളും തിന്മകളും അള്ളാഹു മായ്ച്ചു കളയും. കമാ യൻഫിൽ കീറു ഖബസൽ ഹദീദി, ഇരുമ്പിന്റെ തുരുമ്പുകളെ അഗ്നിയുടെ ഉലയിൽ ഊതുന്ന സമയത്ത് ആ തീ, ഉലയിലെ തീ ആ ഒരു ഇരുമ്പിന്റെ തുരുമ്പിനെ ഉരുക്കിക്കളയുന്നത് പോലെ, ഇല്ലാതാക്കി അതിനെ ശുദ്ധീകരിക്കുന്നത് പോലെ, സ്ഫുടം ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ഖൽബുകളെ, നിങ്ങളുടെ ഹജ്ജും ഉംറയും ശുദ്ധീകരിക്കും.
അതേപോലെ തന്നെ സ്വർണവും വെള്ളിയും നിങ്ങൾ ശുദ്ധീകരിക്കുന്നത് പോലെ അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും. വലൈസ ലിൽ ഹജ്ജത്തിൽ മബ്റൂറത്തി സവാബുൻ ഇല്ലൽ ജന്ന. പുണ്യപൂർണ്ണമായ ഒരു ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല എന്ന് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു നിവേദനം ചെയ്യപ്പെട്ട ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിരിക്കുന്നു. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു ജഅല അല്ലാഹു ഗിനാഹു ഫീ ഖൽബി. ഏതൊരാൾ പരലോകത്തെ തന്റെ ജീവിതത്തിന്റെ മുഖ്യ അജണ്ടയാക്കിയോ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ധന്യത നിശ്ചയിക്കും. പരലോകത്തെക്കുറിച്ച് ചിന്തിക്കണം എപ്പോഴും. സ്വർഗം ഉറപ്പുവരുത്തണം, നരകത്തിൽ ഞാൻ രക്ഷപ്പെടണം. ഈ ഒരു ചിന്ത കൊണ്ടു നടക്കുന്ന ആളുകളുടെ ദുനിയാവും അള്ളാഹു നന്നാക്കും, അവരുടെ കൽബിൽ അള്ളാഹു ധന്യത നൽകും. വജമഅ ലഹു ശംലഹു, അവൻ ആവശ്യമായ വിഭവങ്ങളൊക്കെ അള്ളാഹു അവൻ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. വാതത്തുഹു ദുനിയ വഹിയ റാഗിമ, അവൻ എന്താണ് ദുനിയാവ് അവന്റെ അരികിലേക്ക് വരും. അവൻ ദുനിയാവിനെ തേടിപ്പോകേണ്ടതില്ല, അതിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ദുനിയാവ് അവന്റെ അരികിലേക്ക് ഇങ്ങോട്ട് വരും. പരലോകത്തിന് പ്രാധാന്യം കൊടുത്താൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയിലുള്ള ദുനിയാവ് നമ്മുടെ അരികിലേക്ക് വരും. തിരിച്ചാണെങ്കിലോ, ഒരാൾ ദുനിയാവിന് പ്രാധാന്യം കൊടുത്ത് അത് നഷ്ടപ്പെട്ടു പോകരുതേ എന്ന് ചിന്തിച്ചാൽ അവസാനം അവന് ദുനിയാവും ഉണ്ടാകില്ല, പരലോകവും ഉണ്ടാകില്ല. വമൻ കാനത്തി ദുനിയ ഹമ്മഹു ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി. ദുനിയാവിന് ആരെങ്കിലും ഒന്നാം സ്ഥാനം കൊടുത്താൽ പരലോകത്തിനു മീതെ അതിന് പ്രാധാന്യം നൽകിയാൽ അവന്റെ ഇരു കണ്ണുകൾക്കുമിടയിൽ അല്ലാഹു ദാരിദ്ര്യം നിശ്ചയിക്കും. വഫറഖ അലൈഹി ശംലഹു, അവന്റെ എല്ലാ ആളുകളെയും അവൻ ഭിന്നിപ്പിക്കും. അവൻ ആളുകളില്ല, പണമില്ല, പരിവാരങ്ങളില്ല, കൂടെ ആരുമില്ലാത്ത ഒറ്റപ്പെടൽ അല്ലാഹു നിശ്ചയിക്കും. വലം യഅ്തിഹി മിന ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ല. നിങ്ങൾ എങ്ങനെ പണിയെടുത്താലും അല്ലാഹു കണക്കാക്കിയതിനപ്പുറത്തൊരു ദുനിയാവും ആർക്കും കിട്ടുകയില്ല. അല്ലാഹ് ഖദ്ദറ, അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. ഖലഖല്ലാഹുൽ ഖലായിഖ് വഖദ്ദറൽ മഖാദിർ ഖബല 50000 സന. അല്ലാഹു എല്ലാ പടപ്പുകളെയും സൃഷ്ടിച്ചു. 50,000 കൊല്ലം മുമ്പ് തന്നെ ഓരോരുത്തർക്കും എന്തെല്ലാം വിഭവങ്ങളാണ് ലഭിക്കേണ്ടത് എന്ന് അല്ലാഹു കണക്കാക്കി വെച്ചു. അള്ളാഹു കണക്കാക്കാത്തത് നിങ്ങൾക്കൊരിക്കലും ദുനിയാവിൽ കിട്ടാൻ പോകുന്നില്ല. എന്നിട്ടും ദുനിയാവ് നഷ്ടപ്പെടുമോ എന്ന ബേജാറിൽ അതിന്റെ പിന്നാലെ കൂടിയാൽ നമുക്ക് ദുനിയാവിൽ തന്നെ അള്ളാഹു ദാരിദ്ര്യമാണ് നിശ്ചയിക്കുന്നത് എന്ന് പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യഖൂൽ, അള്ളാഹു പറയുന്നു, ഖുദ്സിയായ ഹദീസാണ്, യബ്ന ആദം, ഓ മനുഷ്യ, തഫറഗ് ലിഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒഴിഞ്ഞിരിക്കുക, സമയം കണ്ടെത്തുക. നമുക്ക് സമയമല്ല, തിരക്കാണ്. ഇബാദത്തിന് ജുമുഅക്ക് വരണം, 5 നേരം നിസ്കരിക്കാൻ വരണം, അതേപോലെ തന്നെ നോമ്പെടുക്കണം, ഖുർആൻ ഓതണം, രാവിലെയും വൈകുന്നേരവും ഉറങ്ങാൻ കിടക്കുമ്പോഴും നിസ്കാരത്തിന് ശേഷവും ഒക്കെയുള്ള ദിക്റുകൾ ഉരുവിടണം, അയൽവാസികളെ സഹായിക്കണം, വാപ്പാനെ ഉമ്മാനെ ശ്രദ്ധിക്കണം, മക്കളോട് കരുണ കാണിക്കണം, മുതിർന്നവരെ ആദരിക്കണം. ഇങ്ങനെയുള്ള ഇബാദത്തുകൾ മനഃപൂർവ്വം ചെയ്യാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തിയാൽ അംല സ്വദറക ഗിന, നിനക്ക് നാം നിന്റെ ഹൃദയത്തിൽ ധന്യത നിറച്ചു തരും. വഅസുദ്ദ ഫഖറക, നിന്റെ ദാരിദ്ര്യത്തെ നാം ഇല്ലാതാക്കും. വഇല്ല, അല്ലാത്ത പക്ഷം, ഇബാദത്തുകൾക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ സമയമില്ലാത്ത പക്ഷം, മലഉതു യദൈക ശുഗ്ല, നിന്റെ ഇരു കരങ്ങളിലും നാം ജോലി നിറച്ചു തരും. ഇഷ്ടം പോലെ പണി, എടുത്താൽ തീരാത്ത പണി ഉണ്ടാവും റബ്ബിനെ ഓർക്കാത്ത ആളുകൾക്ക്. പക്ഷേ വല മസുദ്ദ ഫഖറക, അവന്റെ പ്രാരാബ്ദങ്ങൾ തീരുകയുമില്ല. വല മസുദ്ദ ഫഖറക, നിന്റെ ദാരിദ്ര്യത്തെ നാം തടയുകയില്ല, നിന്റെ പ്രാരാബ്ദങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല. ദുനിയാവ് 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 എന്ന് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോയി ആ കാര്യങ്ങളൊക്കെ ക്ലിയറാക്കും. പരലോകത്തെപ്പറ്റി നഷ്ടപ്പെടുന്ന ഒന്നും ബേജാറില്ല. നിസ്കാരം പോയാൽ ബേജാറില്ല, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ബേജാറില്ല, സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന ചിന്തയില്ല, നോമ്പ് വീടാനുണ്ടോ അറിഞ്ഞൂടാ, കഴിഞ്ഞ വർഷം നോമ്പ് വിട്ടുപോയിട്ടുണ്ടോ, ശഅബാൻ മാസം പകുതിയായി ഇപ്പോഴും ബിദ്അത്തിന്റെ നോമ്പ് നോക്കുന്നതിനെ പറ്റി അല്ലാതെ ഫർളിന്റെ നോമ്പ് വിട്ടുപോയത് ഞാൻ വീട്ടേണ്ടതുണ്ടോ എന്ന് ആണും പെണ്ണും ചിന്തിക്കാതെ ഒഴുക്കിനനുസരിച്ച് ദുനിയാവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദാരിദ്ര്യമാണ് നമ്മളെ ദുനിയാവിൽ കാത്തിരിക്കുന്നത്, പരലോകത്തെ റബ്ബിന്റെ അരികിൽ നിന്നുള്ള ശിക്ഷയും. നമ്മൾ നന്നായിട്ട് ഓർക്കണം. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കുക എന്നുള്ളതാണ്. ഇസ്തിഖാമത്തുണ്ടാകണം, തവക്കുലുണ്ടാകണം, തഖ്വയുണ്ടാകണം. ഇതൊക്കെയാണ് അള്ളാഹു നമുക്ക് റിസ്ക് തരാനും ആ റിസ്ക്കിൽ ബറക്കത്ത് നൽകാനുമുള്ള കാരണം എന്ന് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലവാരത്തിൽ അള്ളാഹുവിന്റെ ശ്രദ്ധയും അള്ളാഹുവിന്റെ നോട്ടവും ലഭിക്കുന്ന സച്ചരിതരായ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഫൗസിക്കും സാനിയം വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിക്കണം, തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം നയിക്കണം എന്ന് ഒരിക്കൽ കൂടി എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉപജീവനം വർദ്ധിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്ക് തീരെ സമയമില്ലാത്തതിനാണ്. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ബന്ധുക്കളെ തന്നെ കാണാൻ നേരമല്ല.
പിന്നെ കുറച്ച് അകലങ്ങളിലൊക്കെ താമസിക്കുന്നവരെപ്പോൾ കാണും? കണ്ടാലായി, ഇല്ലെങ്കിലില്ല. വല്ലപ്പോഴുമൊക്കെ ഏതെങ്കിലും ഒരു മരണ വീട്ടിൽ, ഒരു കല്യാണ വീട്ടിൽ അതിനെ ജസ്റ്റ് ഒന്ന് സലാം പറയുമല്ലേ, അത് അത്രമാത്രം സമയമില്ല ദുനിയാവിലുള്ള ഒഴുക്കിൽ. ദുനിയാവിൻ്റെ എല്ലാത്തിനും ഇഷ്ടം പോലെ സമയമുണ്ട്. സമയമില്ലാതായത് വെറുതെ അല്ല, ദുനിയാവിൽ മുഴുകിയപ്പം നഷ്ടപ്പെട്ടു പോയ സമയമാണ്. ദീന് നഷ്ടപ്പെടുകയാണ്. ദീന് നഷ്ടപ്പെടാൻ ബന്ധങ്ങൾ ചേർക്കുക. കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്നതാണ് പലർക്കും ഇഷ്ടം. മുറിഞ്ഞാൽ പിന്നെ അടുപ്പിക്കണം എന്ന ചിന്തയിൽ അത്രയും സമാധാനമായല്ലോ, അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ടല്ലോ. ഒരു കുടുംബമായിട്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായി, ആ വഴിക്ക് പിന്നെ നോക്കണ്ട. ആളുകളത് ആശ്വാസമായിട്ടാണ് കാണുന്നത്. പക്ഷേ എത്രത്തോളം കുടുംബം മുറിഞ്ഞു പോകുന്നു അത്രയും ദുനിയാവും നഷ്ടപ്പെടും, പരലോകവും നഷ്ടപ്പെടും. കാരണം നിങ്ങൾ ആരെങ്കിലും ആയുസ് നീട്ടിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ റൂസിഖ് തബിറ, നിങ്ങളുടെ പുണ്യം അത് നിങ്ങൾക്ക് നൽകപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽ യസ്ൽ റഹിമ, ആയുസ് നീട്ടിക്കിട്ടാനും അള്ളാഹു കരുണ ചൊരിയാനും നിങ്ങൾ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ്റെ കുടുംബബന്ധം ചേർക്കട്ടെ. മറ്റൊരു റിപ്പോർട്ടിൽ വല്യബറ വാലിദൈഹി, ഉമ്മാക്കും ഉപ്പാക്കും അവൻ നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ. വാപ്പാക്കും ഉമ്മാക്കും അവരുടെ കൂടെ ശ്രദ്ധിച്ചിരുന്ന് അവരുടെ സന്തോഷം ഉറപ്പുവരുത്തി അതിന് പ്രാധാന്യം നൽകി അവൻ മുന്നോട്ട് പോകട്ടെ. വാപ്പാനമ്മാനെ നോക്കുക. ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉമ്മയും ഉപ്പയുമായുള്ള ബന്ധമാണ്. നമ്മിൽ നിന്ന് അവരെന്താണോ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്ന നമ്മുടെ സാമീപ്യവും അവരുടെ സന്തോഷത്തിനു വേണ്ടി നമ്മുടെ അരികിൽ നിന്നുണ്ടാകേണ്ട പ്രവർത്തനങ്ങളും നല്ല വാക്കുകളും അവരുടെ കൂടെ ചെലവഴിക്കലും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കലും, ഇങ്ങനെ ഉമ്മയുടെയും ഉപ്പയുടെയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ ഒന്നാമത്തെ പടി അതാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, കുടുംബ ബന്ധങ്ങൾ ചേർക്കണം. എങ്കിൽ അള്ളാഹു നമുക്ക് റിസ്ക് തരും, ദുനിയാവിൽ നമ്മുടെ ആയുസ് വർദ്ധിപ്പിച്ചു തരും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനയാണ്. നമുക്ക് ഏതൊരു ഹയർ കിട്ടണമെങ്കിലും അള്ളാഹു കുറച്ച് ആരോഗ്യം തന്നു, വിദ്യാഭ്യാസം തന്നു, നല്ലൊരു ജോലി തന്നു. ആ ജോലിയിലൂടെ വരുമാനം കിട്ടാനുള്ള ഒരു ഉപാധി അള്ളാഹു നിശ്ചയിച്ചു തന്നു. പിന്നെ ആർക്കും പ്രാർത്ഥനയൊന്നും വേണ്ട. എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ഞാൻ രാവിലെ വീട്ടിൽ നിന്നിറങ്ങും, ഞാൻ അവിടെ പണിയെടുക്കും, ശമ്പളം വാങ്ങും, കൂലി വാങ്ങും, അങ്ങനെ എൻ്റെ കാര്യം എൻ്റെ കാര്യം മുന്നോട്ടുകൊണ്ട് എനിക്കറിയാം. ഞാനല്ല, എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അവർ കുടുങ്ങിപ്പോകുമായിരുന്നു. ഈ നിലവാരത്തിലൊക്കെ ചില ആളുകൾ നീങ്ങുന്നത് കാണാം. എത്ര പൂർണ്ണ ആരോഗ്യവാനാണെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട് അവനെ തളർത്തുന്നവനാണ് അള്ളാഹു, മറന്നുകൊണ്ട. അതുകൊണ്ട് തന്നെ എന്താണ്, ആരോഗ്യത്തിൽ എനിക്ക് തന്നെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും എൻ്റെ വീട് പൂർത്തിയാക്കാനും എൻ്റെ മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ചയക്കാൻ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എനിക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. എൻ്റെ എല്ലാ മക്കൾക്കും പുതിയ പിള്ളേരെ കിട്ടും, അതിന് പറ്റിയ നല്ലൊരു ഉയർന്ന നിലവാരത്തിലാണ് ഞാൻ ദുനിയാവുള്ളത് എന്ന് ചിന്തിക്കുന്നതിന് പകരം, റബ്ബേ അള്ളാഹുവെ നീ തൗഫീഖ് നൽകിയെങ്കിലേ എൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും, എനിക്ക് റിസ്ക് ലഭിക്കും, നീ നൽകിയ റിസ്ക്കിൽ എനിക്ക് ബറക്കത്തുണ്ടാകും. റബ്ബിനോട് നിരന്തരമായി നമ്മൾ ബറക്കത്ത് ചോദിച്ചുകൊണ്ടിരിക്കണം. തഖ്വയും അറിവുമൊക്കെയുള്ള ആളുകളെ കാണുമ്പോൾ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം. യമനിലെ വഫദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നപ്പോൾ പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് ബറക്കത്തുണ്ടാകാൻ, ഞങ്ങളുടെ സ്വത്തിൽ ധാന്യങ്ങളിൽ ബറക്കത്തുണ്ടാകാൻ അങ്ങ് ദുആ ചെയ്യണം. യമന്റെ നേരെ തിരിഞ്ഞ് അല്ലാഹുവേ നീ യമൻകാർക്ക് നീ ബറക്കത്ത് നൽകണമേ, അവരുടെ സ്വത്തിൽ നീ ബറക്കത്ത് നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഷാമുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ രൂപത്തിൽ പരസ്പരം ആളുകൾക്ക് നേട്ടവും ഹൈറും ഉണ്ടായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മസ്ജിദ് നബവിയിലേക്ക് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെന്നു. സ്വഹാബികൾ അവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ മാത്രം ഇങ്ങനെ മാറിയിരിക്കുന്നത് കണ്ട്, ഒറ്റയ്ക്കിങ്ങനെ ഇരിക്കുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയുടെ അരികിലേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് ദുഃഖം നേളിച്ചു നിൽക്കുന്നുണ്ട്. പ്രയാസങ്ങളും സങ്കടങ്ങളും ചില പ്രാരാബ്ധങ്ങളുമൊക്കെ അദ്ദേഹത്തിനുണ്ട് എന്ന് ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. അബൂ ഉമാമയോട് നബി ചോദിച്ചു, യാ അബാ ഉമാമ മല്ലദീ അജ്ലസക ഫിൽ മസ്ജിദി ഫീ ഹാദിഹി സാ, നീ എന്താണ് ഈ സമയത്ത് പള്ളിയിൽ വന്ന് ഇങ്ങനെ തനിച്ചിരിക്കുന്നത്? എന്റെ മുഖത്ത് സങ്കടം കണ്ട് നബി ചോദിക്കാൻ. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹുമൂമുൻ അസ്വാബത്നി വദുയൂനുൻ ഗലബത്നി. നബി, എനിക്ക് ചില സങ്കടങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ചില കടബാധ്യതകളിലൊക്കെ പെട്ടുപോയിട്ടുണ്ട് എന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതിയായിട്ട് പറഞ്ഞു. അപ്പൊ നബി അദ്ദേഹത്തോട് പറഞ്ഞാരോ, അല ഉഅല്ലിമുക കലിമാത്തിൻ ഇദാ ഖുൽതഹുന്ന അദ്ഹബ അല്ലാഹു ഹമ്മക വഖല ദൈനക. ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. ഇത് നീ ആത്മാർത്ഥമായി ഉരുവിടുകയാണെങ്കിൽ അള്ളാഹു നിന്റെ ദുഃഖങ്ങൾ നീക്കി തരും. അതേപോലെ തന്നെ നിന്റെ കടം വീട്ടാനുള്ള വഴി അള്ളാഹു ഒരുക്കി തരും. നബി ഞാൻ സഹായിക്കാന്ന് പറയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ വിളിച്ചവനെ സഹായിക്കണമെന്ന് പറഞ്ഞ് വിടുകയല്ല. നേരെ മറിച്ച് റബ്ബിലേക്ക് അടുക്കണം, റബ്ബിനോട് മനംനൊന്ത് ദുആ ചെയ്യണം. ഖാല, അദ്ദേഹം അബൂ ഉമാമ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് പഠിപ്പിക്കും. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഖുൽ ഇദാ അസ്ബഹത വഅംസൈത, രാവിലത്തെ ദിക്റുകളിൽ വൈകുന്നേരത്തെ ദിക്റുകളിൽ നീ ഉൾപ്പെടുത്തണം. നീ രാവിലെയും വൈകുന്നേരവുമായാൽ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക
മിനൽ ഹമ്മി വൽ ഹുസ്നി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്നി. ദുഃഖത്തിൽ നിന്നും വ്യഥയിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ അജ്സി വൽ കസലി. അലസതയിൽ നിന്നും ദുർബലതയിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസലി. ദുർബലതയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അലസതയിൽ മടിയിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ലി. ഭീരുത്വവും പിശുക്കും എന്റെ ജീവിതത്തിൽ വരുന്നതിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ലി. പിശുക്കും ഭീരുത്വവും കടന്നു വരാതിരിക്കാൻ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ഗലബതി ദൈനി വഖഹരി റിജാലി. അതേപോലെ വഅഊദു ബിക നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു മിൻ ഗലബതി ദൈൻ. കടം കുന്നുകൂടുന്നത്, എനിക്ക് വീട്ടാൻ കഴിയാത്തത്രയും കടബാധ്യതകൾ എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. വഖഹരി റിജാൽ. എതിരാളികളും ശത്രുക്കളും എന്റെ മേൽ അവർ സ്വാധീനം ചെലുത്തുന്നതിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. ഇങ്ങനെ ദുആ ചെയ്യാൻ പഠിപ്പിച്ചു. നമുക്ക് അല്ലാഹുവിന്റെ അരികിൽ നിന്ന് റിസ്ഖും നൽകപ്പെടുന്ന റിസ്ഖിൽ ബറക്കത്തും ലഭിക്കണമെങ്കിൽ ഇപ്രകാരമുള്ള ദുആകൾ, പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വാരിദായിട്ടുള്ള ഇത്തരം ദുആകൾ പഠിക്കണം. ധാരാളം ദുആകൾ ഈ ആശയത്തിലുണ്ട്. അതിലൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബതി ദൈനി വഖഹരി റിജാൽ. ഇപ്രകാരം പ്രാർത്ഥിക്കണം. ഇതുപോലുള്ള നിരവധി ദുആകൾ വേറെയും കാണാൻ സാധിക്കും. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ ദുആ ചെയ്യുന്നു. അപ്പോൾ ദുആ ചെയ്യുക എന്നത് റബ്ബിനോട് മാത്രമായിരിക്കണം. അല്ലാതെ ജാറങ്ങളിൽ തണ്ടി നിറങ്ങുക, സൃഷ്ടികളെ വിളിച്ചു തേടുക, ഇതൊന്നും നമുക്ക് ബറക്കത്ത് ലഭിക്കാനുള്ള കാരണങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കണം. മൻ അഹബ്ബ മിൻകും അൻ യബ്സുത ലഹു ഫീ റിസ്ഖി വഅൻ യൻസഅലഹു ഫീ അത്രി. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ മറ്റൊരു രൂപം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും റിസ്ഖ് വിശാലമാക്കാനും അതേപോലെ തന്നെ ആയുസ് നീട്ടിത്തരാനും ഉദ്ദേശിക്കുന്നെങ്കിൽ വഅൻ യുസാദ ലഹു ഫീ ഉംരി ഫൽയസ്ൽ റഹിമ. അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് പഠിപ്പിച്ചു. ഇതേപോലുള്ള അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. സദഖ കൊടുത്താൽ നമ്മുടെ സ്വത്ത് വർദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് സദഖ കൊടുക്കുമോ, മനസ്സറിഞ്ഞ് പാവങ്ങൾക്ക് വേണ്ടി അർഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ അതിൽ നിന്ന് ചിലവഴിക്കുമോ? അത് ബന്ധുക്കളിലാണ് തുടങ്ങേണ്ടത്. സക്കാത്ത് ആണെങ്കിലും സദഖയാണെങ്കിലും ആദ്യം കുടുംബക്കാർക്കാണ്, കമ്മിറ്റികളൊക്കെ പിന്നെയാണ്. വബദബിമൻ തഊൽ. നിങ്ങൾ ബന്ധുത്വമുള്ളവരിൽ നിന്ന് ആരംഭിക്കണം. സക്കാത്ത് ആണെങ്കിൽ തൗഹീദ് ഉള്ളവർക്കേ നൽകാവൂ. സദഖയാണെങ്കിൽ ബന്ധുത്വമുള്ളവർക്ക്. രണ്ടാണെങ്കിലും ബന്ധുക്കളിൽ നിന്നാണ് ആരംഭം കുറിക്കേണ്ടത് എന്ന് കാണാൻ സാധിക്കും. ബന്ധുക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സദഖ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനു വേണ്ടി, അതേപോലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, മസ്ജിദുകൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, താലിബുൽ ഇൽമുകൾക്ക് വേണ്ടി, ഇത്തരം ആളുകളുടെയൊക്കെ ജീവിത സൗകര്യത്തിനും അതേപോലെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുമൊക്കെ വേണ്ടി നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിക്കണം. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ കൊടുക്കുമ്പോൾ ഒരു മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ. അള്ളാഹുവെ, ചെലവഴിക്കുന്നവന് നീ ധാരാളമായി നൽകണേ. നേരെ മറിച്ച് നമ്മുടെ കയ്യിൽ സ്വത്തുണ്ട്, ആവശ്യങ്ങൾ മുന്നിലുണ്ടെങ്കിൽ നമ്മൾ ചെലവാക്കുന്നില്ല, ആര് ചോദിച്ചിട്ടും കൊടുക്കുന്നില്ല, അർഹതകളെടുത്ത് ചെലവാക്കുന്നില്ല, ഒക്കെ നമ്മൾ തന്നെ കെട്ടിപ്പൂട്ടി ഇങ്ങനെ പിശുക്കി വെക്കുകയാണ്. അപ്പോൾ മലക്ക് പ്രാർത്ഥിക്കും, നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ട്, ചെലവഴിക്കേണ്ടടുത്ത് ചെലവഴിക്കാനുള്ള വിശാലത നമുക്കില്ല, നമ്മൾ അസഹിഷ്ണുതയും പിശുക്കുമാണുള്ളത് എങ്കിൽ മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ. അള്ളാഹുവെ, പിടിച്ചു വെക്കുന്നവന് നീ നാശം കൊടുക്കണേ. അവന്റെ സ്വത്ത് ഇല്ലാതായി പോയി. പിശുക്കന്മാർക്കൊന്നും ഉണ്ടാവില്ല. ധർമ്മിഷ്ഠരായ ആളുകൾക്ക് അള്ളാഹു ധാരാളമായി പിന്നെയും ഉറവു ജലം പുറത്തേക്ക് വരുന്നത് പോലെ വീണ്ടും വീണ്ടും അവർ നനച്ചിരിക്കാത്ത വഴികളിലുള്ള അള്ളാഹു അവർക്ക് സമ്പാദ്യം നൽകിക്കൊണ്ടിരിക്കും. അപ്പൊ നന്നായി സദഖ കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ബറക്കത്തുകൾ ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി പഠിപ്പിച്ചിട്ടുണ്ട്. കിളികളുടെ കാര്യം അത്ഭുതമാണ്. അത് മാത്രം ചിന്തിച്ചാൽ മതി തവക്കുൽ മനസ്സിലാക്കാൻ. ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുൽ. നിങ്ങൾ അള്ളാഹുവിൽ യഥാർത്ഥ രൂപത്തിൽ ബരമേൽപ്പിക്കുകയാണെങ്കിൽ ലറസഖക്കും, അവൻ നിങ്ങൾക്ക് റിസ്ക് തരും. എങ്ങനെ? കമാ യുർസഖു ത്വയ്റു. കിളികൾക്ക് ഭക്ഷണം കിട്ടുന്ന പോലെ. രാവിലെ സുബഹിന്റെ നേരത്ത് കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന കിളികൾക്ക് എവിടുന്നാണ് അവരുടെ അന്നത്തെ ഉപജീവനം കിട്ടുന്നത്? നമ്മളെപ്പോലെ നേരത്തെ ഇങ്ങനെ ശേഖരിച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ. പിന്നെയോ തഗ്ദൂ ഹിമാസൻ വതറൂഹു ബിതാനൻ.
എല്ലാ കിളികളും അവരുടെ കൂടുകളിൽ നിന്ന് ഒട്ടിയ വയറുമായി ശൂന്യ വയറുമായിട്ട് പുറത്തിറങ്ങുന്നു. വൈകുന്നേരമായ ഒരു വയർ നിറച്ച് തിരിച്ചു വരും. ഈ കിളികൾക്കൊക്കെ ഭക്ഷണം കൊടുത്തവനാരാ? അള്ളാഹുവാണ്. എങ്ങനെ കൊടുത്തു? നമുക്കറിഞ്ഞുകൂടാ. അവരുടെ ഭക്ഷണം അവരുടെ പരിസരങ്ങളിൽ തന്നെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. സത്യവിശ്വാസികൾ ഹക്ക് തവക്കുൽ, യഥാർത്ഥ തവക്കുൽ നിലനിർത്തുകയാണെങ്കിൽ നിങ്ങൾക്കും നമുക്കും ഓരോരുത്തർക്കും നമ്മുടെ തഖ്വയുടെയും ഈമാനിന്റെയും പേരിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. നമ്മളിങ്ങനെ ഒരു കണക്കൂട്ടും നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി. പക്ഷെ നമ്മൾ വിചാരിക്കാത്ത മറ്റൊരു വഴിയിലൂടെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നതായിട്ട് കാണാം. ഈമാനും തഖ്വയും ഉള്ളതിന് അള്ളാഹു നൽകുന്ന മഹത്തായ സമ്മാനമാണ്. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിലനിൽക്കുക എന്നുള്ളത് മറ്റൊരനുഗ്രഹമാണ്. ആ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തഖ്വയും ഈമാനും ദീനിയായ മാർഗവും ദുആയും അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നിലനിർത്തേണ്ടത്. ഇപ്പം നമ്മൾ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി കഠിന പ്രയത്നം എടുക്കുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു, പണിയെടുക്കുന്നു, പിന്നെയും പണിയെടുക്കുന്നു, ഉറങ്ങാൻ നേരമല്ല, കഷ്ടപ്പെടുന്നു, കുടുംബങ്ങളെ കൂടെ ചെലവഴിക്കാൻ നേരമല്ല, വർഷങ്ങളോളൊക്കെ മക്കളെയും ഭാര്യമാരെയൊക്കെ വിട്ടിട്ട് മണ്ഡലാരണ്യത്തിലൊക്കെ പോയിട്ട് അലയുന്നു, എങ്ങനെയെങ്കിലും ദുനിയാവ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച്. അടിസ്ഥാന കാരണങ്ങളെ നമ്മൾ അവഗണിക്കുകയും ചെയ്യും. അത് സൂക്ഷിക്കണം. നമുക്ക് പരലോകം നഷ്ടപ്പെടാത്ത വിധം ദുനിയാവിന്റെ ആസ്വാദനങ്ങളും വിഭവങ്ങളും റിസ്ക്കുകളും സ്വന്തമാവുക എന്നതാണ്. എല്ലാ നിലക്കും അളവില്ലാതെ റിസ്ക് നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ പരിഗണനയും അവന്റെ നോട്ടവും നമ്മിൽ പതിയണം എന്നുള്ളതാണ് പ്രധാനം. അതിന് തഖ്വയുണ്ടാകണമെങ്കിൽ ദീൻ നന്നായിട്ട് പഠിക്കണം. പരലോകം സത്യമാണ് എന്നത് മനസ്സിൽ സംശയമില്ലാതെ നിലനിൽക്കണം. ആ നിലക്ക് മുത്തഖികളായി ജീവിച്ചു മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഷഅബാൻ മാസത്തിന്റെ പാതിയിലാണുള്ളത്. ഷഅബാനിൽ തീർച്ചയായിട്ടും തൊട്ടുപിറകെ വരുന്ന റമദാനിനു വേണ്ടി മാനസികമായി നമുക്ക് ഒരുക്കമുണ്ടായിരിക്കും. അള്ളാഹു എല്ലാ മാസവും നന്മകളിലൂടെ അതിൻ്റെ ഏറ്റവും വലിയ പവിത്രത സ്വന്തമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുസറിഫൽ ഖുലൂബ് സറിഫ് ഖുലൂബനാ അലാ ഇതാഅതിക്. അല്ലാഹുമ്മ ലാ തദഅ ലനാ ദംബൻ ഇല്ലാ ഗഫർത വലാ ഹമ്മൻ ഇല്ലാ ഫറജ്ത വലാ മറളൻ ഇല്ലാ ഷഫൈത വലാ ദൈനൻ ഇല്ലാ ഖളൈത വലാ ഹാജത മിൻ ഹവായിജി ദുനിയ വൽ ആഖിറ ഇല്ലാ ഖളൈതഹാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم صل على محمد وعلى آل محمد.